മോശ മരിച്ചു. എന്നാൽ അതിന് പകരമായി ആ വാഗ്ദത്ത നാട്ടിലെപ്പാൻ ഒരു യോശുവയെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തനിക്ക് ശേഷം തന്റെ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ തന്റെ കുടുംബത്തിൽ നിന്ന് ചില വ്യക്തികളെ ദൈവം ഉയർപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാട്, ആ ദൈവീയ ദർശനത്തിന് ഹല്ലേലൂയ അതിനേക്കാൾ അധികമായി തന്റെ കുടുംബത്തിൽ നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വരുമ്പോൾ പല ഞങ്ങളുടെ പുത്രിയ സംഘടനകളും അവരുടെ ആ അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക പാസ്റ്റർ കുര്യൻ സാമുവൽ ഞങ്ങളുടെ ആദ്യത്തെ ദൈവദാസനായിരുന്നു. താനിപ്പോൾ സ്റ്റേറ്റ്സിലായിരിക്കുന്നു. തനിക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. എന്നാൽ തന്റെയും കുടുംബത്തിന്റെയും പ്രത്യേകമായ അനുശോചനവും പ്രത്യാശയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഥേൽ അസംബ്ലീസ് ബോർഡിന്റെ പുത്രിക സംഘടനയായ CAയുടെ വകയായുള്ള അനുശോചനം അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ആ കുടുംബത്തെ പ്രത്യേകം അറിയിക്കുന്നു. പ്രത്യേക സർവ്വദയാലുവായ ദൈവം എല്ലാവിധ അനുഗ്രഹത്താലും എല്ലാവിധ സമാധാനത്താലും ഈ കുടുംബത്തെ നിറയ്ക്കട്ടെ. പൈതങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സമാധാനമായിരിക്കട്ടെ. ദൈവം സകലവും നന്നായി ചെയ്യും ദൈവമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് അനുഗ്രഹമായി ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ളതായ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ സഭയായി ഞങ്ങളുടെ ദൈവദാസന്മാർ തുടർന്ന് പ്രസംഗിക്കുമല്ലോ. ദൈവം അവരെ സഹായിക്കുമാറാകട്ടെ. എന്റെയും പ്രത്യേക കുടുംബത്തിന്റെയും അനുശോചനവും പ്രത്യാശയും പ്രത്യേക ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസഭയിലെ വേദന ഉളവാക്കുന്ന ഒരു അവസരമായിരുന്നു കർത്താവിന്റെ വേർപാട്. കർത്താവിന്റെ ദോഹയിൽ കടന്നു വരുമ്പോഴൊക്കെയും സുവിശേഷത്തിൻ്റെ പ്രസംഗത്തിലുള്ള സുവിശേഷത്തിൻ്റെ ദർശനവും വിശ്വാസത്തിൻ്റെ ആഴവും ഞങ്ങളെ വളരെയധികം ബലപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറയുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് ആ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു ബുദ്ധം എന്ന് പറയുന്ന ദൈവത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ ദാസൻ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ, ഓട്ടം തേക്കുവാൻ കർത്താവിൻ്റെയാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു പോയിരിക്കുന്നു. എന്നാൽ വേദനയിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ശിശുരെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കാനായിട്ട് സൗകര്യമാരായ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. മിനിയാണെങ്കിൽ ദൈവസഭയ്ക്ക് വളരെ കൈത്താങ്ങലായി ആത്മാർത്ഥമായ സഭയുടെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. എന്നാൽ ഈ പ്രത്യേക സമയത്തിൽ അവരുടെ ദോഹയിലുള്ള ബഥേലിലേക്ക് ലോകത്തിലുള്ള WMC സഹോദരിമാരുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കാൻ ദൈവം ആശ്വസിപ്പിക്കുകയുണ്ടാകും. समय मुझे क्या बोलना मुझे मालूम नहीं, लेकिन हालेलुया वचन में इस प्रकार लिखा है, जो भी परमेश्वर करता है वो सब अच्छे के लिए करता है। हालेलुया मैंने हालेलुया एक दास से इस प्रकार मैंने सुना था, हालेलुया ये दुनिया में 40 साल या 50 साल जीने से अच्छा प्रभु के लिए हालेलुया कुछ भी करो। प्रभु के लिए जो भी करेगा, अगर 5 साल भी है, इफ़ यू आर डूइंग समथिंग फॉर क्राइस्ट दैट इज़ ओनली गोइंग टू लास्ट। हालेलुया दास ने हालेलुया ये उम्र में उनसे जितना हो सकता था हालेलुया दास ने हालेलुया सेवकाई में अनेक पापियों को ये सच्चा मार्ग में दास को लेके आने के लिए प्रभु ने सहायता किया। मेरे तरफ से और मेरे फैमिली की तरफ से और हमारा डीपेस्ट कंडोलेंस जोशन को और उनका फैमिली के लिए मैं इस समय में बोलता हूँ। और हमारा चर्च में हालेलुया CA कमेटी मेंबर है, मैं हमारा CA के ग्रुप से भी हमारा कंडोलेंस देता है ये समय में। प्रभु हालेलुया आप सबको अनुग्रह और आशीष दे, बोल के मेरा शब्द में रुकाना चाहता हूँ। अभी पास्टर PC मैथ्यू पेंटेकोस्टल चर्च ऑफ गॉड का वाइस प्रेसिडेंट है, वो केरल से मावेली के रास्ते हमारे बीच में आया हुआ है। जो घाटकोपर पेंटेकोस्टल चर्च थे उसी का हेडक्वार्टर मावेली के राम में है, वो उसका वाइस प्रेसिडेंट है पास्टर PC मैथ्यू। കർത്താവിൻ്റെ ദാസൻ PC മാത്യു പെന്തക്കോസ്തൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വൈസ് പ്രസിഡന്റ് മാവേലിക്ക് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഒരു 10 മിനിറ്റ് എടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ഇവിടെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിലൂടെ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തൽ ചർച്ച് ബോർഡിൻ്റെ ആരംഭ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ദേശത്തെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്ത എന്ന ഒരു കുടുംബമാണ് ഇവിടെ ചാക്കോച്ചായൻ്റെ കുടുംബം എന്ന് പറയുന്നത്. എൻ്റെ അറിവിൽ എല്ലാവർക്കും പരിചിതനും ദേശത്ത് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയും കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ ചുമൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുമാണ്.
അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ പ്രസ്ഥാനത്ത് എപ്പോഴും ഓർക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ ചുമൽ കൊടുക്കുവാനും ആ കുടുംബത്തെ തുറന്ന് ദൈവം മാനിക്കുവാനും അവസരം കൊടുത്തു. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തെ വേലയെ ദൈവം എത്രത്തോളം സഹായിച്ചു അതിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും ഉള്ള ഒരു കാര്യമാണ്. മരണം കൂടാതെ ആർക്കും ഈ രോഗം വിട്ടു പോകുവാൻ കഴിയത്തില്ല. മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൻ്റെ സമയം വ്യക്തമല്ല, കൃത്യമായി പറയുവാനും കഴിയുകയില്ല. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ കൃത്യമല്ലാത്ത രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിലൊന്ന് മരണമാണ്, രണ്ട് കർത്താവിൻ്റെ വരവാണ്. ഈ രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സമയം കൃത്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ്റെ മരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. ദൈവവചനം പറയുന്നത് അത് വളരെ ലാഭകരമാണ്, വിലയേറിയതാണ് എന്നൊക്കെയാണ്. ദൈവഭക്തന്മാരുടെ ദൈവമക്കളുടെ മരണം അഥവാ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ദൈവഭക്തന്മാരുടെ മരണം അത് വിലപ്പെട്ടതാണ്. യോഹന്നാൻ അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇവിടെ ദൈവഭക്തന്മാരുടെ മരണത്തെക്കുറിച്ച് ഭാഗ്യമുള്ളതെന്നും വിലയേറിയതെന്നും ലാഭകരമെന്നും ഒക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 100% അത് അങ്ങനെ തന്നെയാണ്. പൗലോസ് തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത് അത്യുത്തമമാകുന്നു എന്ന്. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു അനുഭവമാണ് മരണം എന്ന് പറഞ്ഞാൽ. ആ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യാത്രയാണ്, മടങ്ങി വരാത്ത ഒരു യാത്രയാണ്. ഞാൻ മാവേലിക്കരയിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നു. ഇവിടുന്ന് തിരിച്ച് മാവേലിക്കര ചെല്ലും എന്നുള്ളതായ ഒരു വിശ്വാസമുണ്ട്. ചെല്ലാം എന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ മരണത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മരണം എന്ന് പറയുന്നത് മടങ്ങി വരാത്ത ഒരു യാത്രയാണ്. ഒരിക്കലും മടങ്ങി വരികയില്ല. അങ്ങനെ മരണത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് ഒരു യാത്ര ചെയ്യുക. മരണമെന്ന് പറയുന്നത് ഒരു അവസാനമല്ല. പലരും ചിന്തിക്കാറുണ്ട് മരണം ഒരു അവസാനമാണ്. എന്നാൽ ഇതൊരു അവസാനമല്ല, ഇതൊരു ആരംഭമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മരണം ഒരു ആരംഭമാണ്. ഒരു നിത്യ ജീവിതത്തിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു അനുഭവമാണ്. അതിന് മരണം ആവശ്യമുണ്ടോ എന്നൊരു പക്ഷെങ്കിൽ ചിന്തിക്കാം. നിത്യജീവിതത്തിന് മരണം ആവശ്യമാണോ എന്നൊരു പക്ഷെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല എന്നാണ്. മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കണമെങ്കിൽ, നിത്യതയിൽ വസിക്കണമെങ്കിൽ ഒന്നുകിൽ മരണം സംഭവിക്കണം, അല്ലെങ്കിൽ രൂപാന്തരം, കർത്താവിൻ്റെ വരവിൽ രൂപാന്തരം ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ മനുഷ്യന് ചെന്നെത്തുവാനും വസിക്കുവാനും കഴിയത്തുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് മരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഒരു പിൻശരീരം പ്രാപിക്കുക,
ഭൗതികമായിരിക്കുന്ന അശരീരമായിരിക്കുന്ന അല്ലെങ്കിൽ മാംസ ശരീരം വിട്ട് ഒരു വിൺശരീരം, മൺമയമായ ശരീരം വിട്ട് വിൺമയമായ ഒരു ശരീരം പ്രാപിക്കുന്ന ഒരു അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. ആ വിൺമയമായ ശരീരത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഭവം. ഈ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോസ് ചാക്കോ എന്ന ദൈവദാസൻ ഇവളൊരു വിൺശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി മൺശരീരം വിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തനിക്കൊരു വിൺശരീരം, ഇപ്പോഴുള്ള ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ വ്യത്യസ്തമായ ഒരു ശരീരം, തേജസ്സുള്ള ഒരു ശരീരം തനിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഒരു ശരീരം, വിൺശരീരം പ്രാപിക്കുവാൻ ദേഹം വിട്ടു, മരണം ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യ ജീവിതങ്ങളെയും അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളെ നോക്കിയാൽ അതാത് ജീവജാലങ്ങൾക്ക് അതതിൻ്റെ പരിതസ്ഥിതിക്കനുസരിച്ച ഒരു ശരീരമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. കാട്ടിലെ മൃഗങ്ങൾക്ക് കാട്ടിലെ ജീവിതത്തോട് അനുയോജ്യമായ ശരീരം, വെള്ളത്തിലെ ജീവികൾക്ക് വെള്ളത്തിലെ ആ ജീവിതത്തോട് അനുയോജ്യമായ ശരീരം, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിലെ ഈ പ്രകൃതിയോട് അനുയോജിക്കുന്ന വിധത്തിലുള്ള ശരീരമാണ് തന്നിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത്. ഈ ശരീരം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയാത്തത് കൊണ്ട് ഈ ശരീരത്തിൽ ഒരു വ്യത്യാസം വരുത്തി മൺമയമായ ശരീരം വിട്ട് വിൺമയമായ ഒരു ശരീരം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം മരണം വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, മരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു യുദ്ധം അവസാനിച്ചതിൻ്റെ ഒരു പ്രതീകമാണ്. ജോസ് ചാക്കോ എന്ന ദൈവദാസൻ വിശ്വാസത്തിൽ കടന്നു വന്ന സമയം മുതൽ, രക്ഷിക്കപ്പെട്ട സമയം മുതൽ താൻ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? രക്ഷയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് നിരന്തരമായി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ആ യുദ്ധം അവസാനിപ്പിച്ച് യുദ്ധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്വസ്ഥമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു അനുഭവമാണ് മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം നമ്മുടെ മരണം വരെയും നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അങ്ങനെ ഒരു യുദ്ധം ചെയ്യാത്ത ഒരാളിന് ഒരിക്കലും രക്ഷയുടെ പൂർത്തീകരണത്തിലോ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലോ വിശുദ്ധിയുടെ തികവിലേക്കോ അവർക്ക് എത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്, കുടുംബാംഗങ്ങൾക്ക് പ്രത്യാശയുണ്ട്. മാനുഷികമായ നിലയിൽ അവരുടെ മക്കൾക്ക് അവരുടെ പപ്പ അവരെ വിട്ടുപിരിഞ്ഞു. കുടുംബത്തിലൊരു കുടുംബാംഗങ്ങൾക്ക് പറയാൻ കഴിയുന്ന കുടുംബാംഗങ്ങളിൽ ഉള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് ആ കുടുംബത്തെ വിട്ടുപിരിഞ്ഞു. നാട്ടിൽ ഒരു വ്യക്തി വിട്ടുപിരിഞ്ഞു. സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി വിട്ടുപിരിഞ്ഞു. അങ്ങനെ മരണം കൊണ്ട് ഇവിടെയുള്ളതായ കുടുംബാംഗങ്ങളെയും മക്കളെയും ബന്ധുമിത്രാദികളെയും ചാച്ചക്കാരെയും എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് അകന്നു മാറിയ ഒരു അനുഭവമാണ് മരണം. അങ്ങനെ വിട്ടുപിരിഞ്ഞ് ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ താനായിരിക്കുന്ന അനുഭവമാണ്. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ അനുഭവം ജീവിതത്തിൽ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് മരണം എന്ന് പറയുന്ന കാര്യം, മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരുക, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പ്രത്യാശയോടുകൂടെ ഇരിക്കുന്നു. എൻ്റെ ഇന്നാരെൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ, മക്കൾക്ക് പറയാൻ കഴിയും, പപ്പ വിട്ടുപിരിഞ്ഞു, കർത്താവിനോട് ആയിരിക്കുന്നു. സഹോദരങ്ങൾക്ക് പറയുവാൻ കഴിയും, സഭയിലുള്ളവർക്ക് പറയുവാൻ കഴിയും,
എന്നെ വിട്ടുപിരിഞ്ഞ നിത്യതയിൽ സഭ കർത്താവിനോടുകൂടി ആയിരിക്കുന്നു എന്നവർക്ക് ആശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും കഴിയും. അതുകൊണ്ട് ദുഃഖിക്കാതെ പ്രത്യാശയോടുകൂടെ ഇരിക്കുന്ന ഒരു ദിവസം കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ, അതല്ല കർത്താവിന്റെ വരവ് ഇന്നാണെങ്കിൽ അല്ല നാളെയാണെങ്കിൽ, ആ കർത്താവിന്റെ വരവെങ്കിൽ തങ്ങൾക്കും രൂപാന്തരം പ്രാപിക്കുവാനും ആ രൂപാന്തരം പ്രാപിച്ച ശരീരത്തോടുകൂടെ നിത്യതയിൽ ചെന്ന് കർത്താവിനെ കണ്ട് കർത്താവുമായുള്ള ബന്ധം പുലർത്തി ആ ആത്മീയ സന്തോഷത്തിൽ നിലനിൽക്കുവാനും വിട്ടുപിരിഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവിടെ ചെന്ന് കാണാം എന്നുള്ള ആ ഒരു നല്ല പ്രത്യാശയും ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ മരണം എന്ന് പറയുന്നത് വിട്ടുപിരിയുക ലാഭകരമായ കാര്യം, സന്തോഷകരമായ കാര്യം. ഓരോ ദിവസവും ആയിരങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. ഇങ്ങനെയുള്ള ഈ സമയങ്ങളിൽ ഇത് വിലപ്പെട്ടതായ ഒരു കാര്യമെന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആകയാൽ ഈ മരണത്തിന്റെ ക്യൂവിൽ ഞാനും നിങ്ങൾ നിൽക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പ്രത്യാശയോട് ദൈവസന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം എന്നുള്ള ഒരു നല്ല ചിന്തയോട്, ഒരു ആശ്വാസവാക്യങ്ങളോട് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുമെന്നാണ്. ആ ഒരു നല്ല പ്രത്യാശ ദിവസത്തിനായി നമുക്ക് നോക്കി പാർത്ത് കാത്തിരിക്കാം എന്നുള്ളതായ ആശ്വാസവാക്യങ്ങളോട് നമ്മെ വിട്ട് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയ ജോസ് ചാക്കോയുടെ കുടുംബാംഗങ്ങൾക്ക്, വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്ക്, TCGയുടെ ജനറൽ കൗൺസിലിന്റെയും എക്സിക്യൂട്ടീവിന്റെയും നാമത്തിലുള്ളതായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിൽ നിന്ന് विराम दൈവം അനുഗ്രഹിക്കും. परमेश्वर के धन्य नाम की स्तुति हो। पास्टर जोस चाको के अंतिम संस्कार में शामिल होने के लिए इस शहर के भिन्न भिन्न जगहों से आए हुए विश्वासी लोग और दोस्तों, प्रभु के दासों, सारे लोगों को यीशु मसीह के नाम में अभिवादन देते हैं। पास्टर जोस चाको कई बार उन्होंने दोहा में बेथेल असेंबलीज ऑफ गॉड चर्च में आया है और पवित्र आत्मा के बड़े ताकत के साथ उन्होंने परमेश्वर का वचन से पेश किया। वो हम लोग को बड़ा आशीष के कारण हुआ, लेकिन इतना जल्दी उसको विदा देना पड़ेगा कि हम लोग सोचा भी नहीं। कुछ लोगों का दिल में जरूर ऐसा सवाल उठते हैं, क्यों पास्टर चाको ने इतना जल्दी इस दुनिया छोड़कर चले गए। पवित्र वचन इस प्रकार कहते हैं, एवरीवन मस्ट बी टाइम। एक दिन सब लोग मरना है, लेकिन वो कभी मर रहा है, द गॉड ऑलमाइटी नोस। सर्वशक्तिमान परमेश्वर ये बात को जानते हैं। और सिस्टर मीनी बेथेल असेंबलीज ऑफ गॉड चर्च दोहा
अभी भी वहाँ परमेश्वर का उपासना करते आ रही है, और उनका बच्चा लोग, ये लोग उनको सबको, और जो भी पास्टर के रिलेटिव्स, सबको प्रभु परमेश्वर अपना पवित्र आत्मा से भर दे और धैर्य और आनंद उसको भर दे। इस समय पे मेरा और मेरा फैमिली का कंडोलेंस मैं इधर कहता हूँ। प्रभु सबको आशीष दे। Pastor Jose Chaco, Bethel Assemblies of God Doha ചർച്ചിന് താൻ ദോഹയിൽ കടന്നു വരുമ്പോഴൊക്കെ പ്രത്യേക നിങ്ങളുടെ മിഷൻ സൺഡേയിൽ, മിഷൻ ഫ്രൈഡേയിൽ ശക്തമായ ആലോചന ദൈവം കൂടെ നൽകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മെസ്സേജിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, devil you can do nothing. It's so bold and challenging. Message still refreshing our memory. നിശ്ചയമായും ഈ വചനം ഇന്ന് കേട്ടതുപോലെ പാസ്റ്റർ ജോസ് ഇപ്പോൾ ഇവിടെയില്ല. നിത്യതയിൽ കർത്തൃസന്നിധി യേശു കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഇപ്പോൾ സന്തോഷിക്കും. ഭൗതിക ശരീരമാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ വെച്ചിരിക്കുന്നത്. ചില മണിക്കൂറിനകം അത് നമ്മ ഈ മണ്ണിൽ സംസ്കരിക്കും. എന്നാൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരുന്ന അവരുടെ ചില ശബ്ദം കേൾക്കുമ്പോൾ ഈ ദ്രവത്വമുള്ള ഈ ശരീരം രൂപാന്തരപ്പെട്ട് അദ്രവത്വമുള്ള തേജസ്സുള്ള ഒരു ശരീരമായി നാം ഒരുമിച്ച് ആകാശമേഖല കർത്താവിനോടുകൂടെ ആയിരിക്കാനുള്ള സുദിനം വളരെ വേഗം സമാഗതമായിരിക്കുന്നു. ദൈവത്തിലേക്ക് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. ഇതൊരു ഡെഫിനറ്റ് നോളജാണ്, അറിയുന്നു. ഈ കൂടാരമായി ഭൗമഭവനം എന്ന് പറയുമ്പോൾ ദ എർത്ത്ലി ടെന്റ്, ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ ഒരു ടെന്റ് ഉണ്ടാക്കണം, ടെന്റെങ്കിലും അതായിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന ഈ ടെന്റിനോട് ഈ ലേഖനം എഴുതിയ പൗലോസ് ഒരു ടെന്റ് പണിക്കാരനാണ്, കൂടാരപ്പണിക്കാരൻ. അതിൻ്റെ ജോലി തൊഴിലതായി ഈ കൂടാരത്തെ കുറിച്ച് അറിയാൻ വ്യക്തമായിട്ട് അറിയാം. എന്നിങ്ങനെ അതിൻ്റെ പ്രോസും കോൺസും പ്രോസസ്സും ഭംഗിയായിട്ട് അറിയാവുന്ന ആളാണ് പൗലോസ്. എനിക്കറിയാം, ഒരു കൂടാരം ഒരു സ്ഥലത്ത് അടിച്ചിട്ട് അത് അഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റത്തക്ക വിധത്തിൽ ആണ് ആ കൂടാരത്തിൻ്റെ പണി. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ. അല്ല, അല്പം കൂടെ പുറകോട്ട് നോക്കിയാൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവർ പാർത്ത കൂടാരങ്ങളിലായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുമോ? ഇസ്രായേൽ മക്കൾ ഒരു സ്ഥലത്ത് കൂടാരം അടിച്ചു പാർത്തിട്ട് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മോശയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ മൂപ്പന്മാർക്കോ അഭിപ്രായം പറയാൻ അവകാശമില്ല. നോ ഹ്യൂമൻ ഇന്റർഫിയറൻസ് is required for moving the tent from one place to another. യഹോവയായ ദൈവം അവർക്ക് ആജ്ഞ കൊടുക്കും, പുറപ്പെടും. മേഘം പൊങ്ങും. സമാഗമന കൂടാരത്തില് കൃപാസനത്തിന്റെ മുകളിൽ നിന്ന് മേഘം ഇങ്ങനെ പൊങ്ങുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ഇവിടുത്തെ വാസം അവസാനിച്ചു, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. അത് എത്ര മനോഹരമായ ഒരു സ്ഥലമാണെങ്കിലും
നല്ല പച്ചിപ്പുള്ള അല്ലെങ്കിൽ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണെങ്കിലും അവർക്ക് അവിടെ നിൽക്കാൻ പാടില്ല. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മേഘം പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്താൽ മതിയാവും. മേഘം പൊങ്ങി കഴിയുമ്പോൾ അവർ ആ കൂടാരം അഴിക്കും, അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കൂടാരം ഇവിടെ സ്ഥിരമല്ല. ഓരോരുത്തർക്കും നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന മേഘം പൊങ്ങുമ്പോൾ, ദൈവം വെച്ചിരിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, നമ്മുടെ ആലോചന അനുസരിച്ചല്ല, ഈ മേഘം ഇവിടെ നിന്ന് പോയേ മതിയാകും. ഇവിടെ അപ്പോസ്തലൻ പ്രചരിക്കുന്നത് നാം പോകുന്നത് ഒരു നിത്യഭവനത്തിലേക്കാണ്. മറന്നു പോകരുത്. ഈ കൂടാരം അഴിഞ്ഞാൽ ഈ കൂടാരം അടുത്ത ടെന്റ് വെക്കുവാൻ പോകുന്നത് ഒരു ടെമ്പററി ടെന്റ് അല്ല, അതിന്റെ പേരാണ് നിത്യഭവനം. ഇറ്റേണൽ ഹോം ഇൻ ഹെവൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മാനുഷ്യമായ നിലയിൽ നമുക്ക് താങ്ങാനാവാത്ത ദുഃഖമുണ്ട്. ഇവിടെ കൂട്ടി സഹോദരൻ കർത്തൃദാസൻ നമ്മെ വിട്ട്, ഈ കൂടാരം വിട്ട് നിത്യ കൂടാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുള്ള ആ സത്യം, ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഈ കൂടാരം അഴിച്ചു മാറ്റുമെന്ന് കരുതിയിരുന്നില്ല. മുമ്പേ ആവർത്തിക്കുന്നു, ആവർത്തിക്കുന്നു. ഇത് നിശ്ചയിക്കുന്ന നാമല്ല. മേഘം പൊങ്ങുമ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്തേ തീരൂ. നമ്മുടെയും സ്ഥിതി അത് തന്നെ. Praise God. Maybe next moment is not ours. We may have to move our tent. മേഘം പൊങ്ങുമ്പോൾ കൂടാരം മാറിയേ തീരും. പക്ഷേ ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. ദൈവത്തിലെ ഈ കൂടാരം അഴിഞ്ഞാൽ എങ്ങോട്ടാണ് അടുത്ത കൂടാരം അടിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ഉറപ്പ് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഓരോ ദൈവവൈദ്യരും, ഈ ഇന്ന് എന്നെ കേൾക്കുന്ന ഹറേ ഭായ് ബഹൻ जरूर जानना चाहिए यहाँ का ये कुड़ाल छोड़ के कहाँ हम लोग जाएंगे. അത് മനസ്സിലാക്കാതെ ഇവിടെ ആരും പോകരുത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ, കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തിന്റെ പുത്രൻ, അവന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് നേടിത്തന്ന നിത്യരക്ഷയെ സ്വീകരിച്ച് അവന്റെ ഒരു രക്തത്താൽ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു നിശ്ചയമുണ്ട്. എന്റെ കൂടാരം, നിത്യ കൂടാരം കർത്താവിനോട് കൂടെയാണ്, അവന്റെ സന്നിധിയിലാണ്, അവന്റെ സാമീപ്യം. ഇപ്പോൾ നമുക്ക് നാം ശ്വസിക്കുന്ന ഈ ശ്വാസമുണ്ടല്ലോ, ശ്വാസം എത്രയും അടുത്താണോ നമുക്കുള്ളത് എന്ന് പറഞ്ഞതുപോലെ we can be closer and closer to the presence of our Lord Jesus, who gave his life for us. നമുക്ക് വേണ്ടി ജീവനെ സ്നേഹിച്ച ആത്മമണവാളന്റെ അടുത്തേക്ക് ഏറ്റവും അടുത്തിരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന കാര്യം മറന്നു പോകരുത്. നോക്കൂ, കഴിഞ്ഞ ഭക്തന്മാരെല്ലാവർക്കും ഈ പ്രത്യാശ ഉണ്ടായിരുന്നു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് നീ പോകാ എന്ന് പറഞ്ഞു. അവൻ ദൈവം വാക്ക് പറഞ്ഞ, ദൈവം വാക്ക് ദേശത്ത് ചെന്ന് പാർത്തപ്പോഴും താൻ കരുതിയത് ഇതല്ല എന്റെ വാഗ്ദത്ത ദേശം, എനിക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. താൻ ഒരിക്കൽ ഇസഹാക്കിനെയും യാക്കോബിന്റെ കൊച്ചുമകനായ യാക്കോബിനെയും മടിയിൽ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ല, ഇത് അങ്ങക്കരെ നമുക്കൊരു നിത്യ ഭവനമുണ്ട്. അത് നിർമ്മിച്ചത് മനുഷ്യകരങ്ങളല്ല, അതിന്റെ ആർക്കിടെക്ട് മനുഷ്യനല്ല, അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടത് മനുഷ്യനല്ല, ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരമുണ്ട്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കൊള്ളണം. ഭക്തന് വാഗ്ദത്തം ലഭിച്ച ദേശത്തെ പാർക്കുന്നതിൽ തന്നെയും എന്റെ പ്രത്യാശ നിത്യനാട്ടിലേക്കായി. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന്
നമ്മുടെയും എന്റെയും നിങ്ങളോരുത്തരും പാപം പേറിക്കൊണ്ട് കുശല്യാഗമായി തീർന്ന് നിത്യരക്ഷയതകരമായി നൽകിയ ഓരോ ദൈവത്തിന്റെ പൈതലിലും അവർ വലിയ ഭയങ്കര പ്രത്യാശ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രത്യാശ ഉറപ്പാക്കാതെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവരിൽ, it is my humble plea, please accept this Jesus Christ as your Lord and Savior. കർത്താവൻദാസൻ കടന്നുപോയ അനിത്യ കൂടാരത്തിലേക്ക് നമുക്കും കടന്നുപോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ മുഖം നിത്യം കണ്ട് സന്തോഷിപ്പാൻ നമുക്കിടയായിത്തീരണം. പൗലോസ് അപ്പോസ്തലൻ 15:1 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു മർമ്മം പറയാം. കാരണം ഇത് പറയുമ്പോൾ അതൊരു മർമ്മം, പക്ഷേ ഇന്നിപ്പോൾ മർമ്മമല്ല, അതൊരു ഓപ്പൺ ഫാക്ട് വിളിച്ച് റെവലേഷൻ വിളിച്ച് പറയുകയാണ്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പ്രിയമുള്ളവരെ, ഒരു സത്യം തുറന്ന് പറയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവസഭയിലുള്ള ദൈവമക്കളെ ഒരു കാര്യം ഉറപ്പായി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളിൽ പലർക്കും ഇങ്ങനൊരു കഫിൻ ബോക്സ് ഒരുക്കേണ്ട വരത്തില്ല. അടുത്ത വാക്യം പറയുന്നു, നാം നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണമിട്ടൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മനുഷ്യൻ നിയമിച്ചിരിക്കുന്നതാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ യേശു കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ മരണം ആസ്വദിക്കാതെ പെട്ടെന്ന് കണ്ണമിട്ടതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ആയിരിക്കും. പൗലോസ് തെസ്സലോനിക്കർക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. പറഞ്ഞാൽ ആശ്വസിക്കുകയല്ല, ഈ വചനം അങ്ങോട്ടും പറയുമ്പോൾ ഹൃദയത്തിന് വലിയ ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ആശ്വാസം തരും. അങ്ങനെ ആശ്വസിപ്പിച്ചുകൊള്ളുകയും. ഈ ഫ്യൂണറൽ സർവീസിലും വചനങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശ്വാസം ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങൾ, പ്രത്യേക നമ്മുടെ കൂട്ടു സഹോദരി മിനി, ഉദാഹരണ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും സർവശക്തനായ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആഴമേറിയ സമാധാനം, നദി പോലെ ഒഴുകുന്ന സമാധാനം, മറ്റാർക്ക് തരാൻ കഴിയാത്ത സമാധാനം കൊണ്ട് ഈ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ പരിശുദ്ധനായവൻ നിറയ്ക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ചർച്ചിന്റെ ആശംസയും പ്രത്യാശയും കണ്ടു അറിയിക്കുന്നു. പച്ചക്കുരൻ സഭ മുമ്പ് വിളിച്ചിരുന്നു. ഇതിന് കടന്നു വരാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമായതുകൊണ്ട് പ്രത്യേക ആശംസകളാണ് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ചെന്നിപ്പോൾ അറിയിക്കുന്നു. ദോഹയിലുള്ള എല്ലാ കുടുംബങ്ങളും, ഈ വാത്സല്യ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ കുടുംബങ്ങളും എന്നോട് പ്രത്യേകം പറഞ്ഞപ്പോൾ ഞാൻ ആളാമത് പറയാൻ സമയം പോകാൻ ഞാൻ എടുക്കുന്നില്ല. എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകാലുള്ള കണ്ടവരെ അറിയിക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. മറന്നു പോകരുത്. പ്രിയ വരാൻ കാലമായി, സമയമായി, നമുക്ക് ഒരുങ്ങാം. കർത്താവിനോട് പോകാം. ജോസ് പാസ്റ്റർ അവിടെയുണ്ട്. അങ്ങോട്ട് പോകാം. God bless you.